ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. എൻ ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. തീരാത്ത ദുഃഖത്തിൽ ആണ്ടിരുന്ന നാൾ ആശ്വാസ കിരണമായി നീ ഉദിച്ചു. തീരാത്ത ദുഃഖത്തിൽ ആണ്ടിരുന്ന നാൾ ആശ്വാസ കിരണമായി നീ ഉദിച്ചു. മാറാത്ത ഭാരത്താൽ മനം നുറുങ്ങിയ നാൾ സമാധാനമരുളി നീ അനുഗ്രഹിച്ചു. മാറാത്ത ഭാരത്താൽ മനം നുറുങ്ങിയ നാൾ സമാധാനമരുളി നീ അനുഗ്രഹിച്ചു. അവർ ജീസസ് ലീവ്സ് മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന ഈ പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്വാഗതം. സാധാരണ ഭാരതത്തിലുള്ള ആളുകൾ ഹിന്ദു ചിന്തയനുസരിച്ച് 4 ജാതികളായി തിരിച്ചിരിക്കുന്നു. അതിൽ ദേവന്റെ മുഖത്തു നിന്നും ഉത്ഭവിച്ച ആളുകളാണ് ബ്രാഹ്മണർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവന്റെ മുഖത്തു നിന്നും ഉത്ഭവിച്ച ബ്രാഹ്മണർ എന്ന നിലയിൽ ഞാനും ദൈവമാണ് എന്ന ഉത്ബോധം, തിരിച്ചറിവ് പ്രാപിച്ചവരാണവർ. അങ്ങനെയുള്ള ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം. അതിൽ പ്രധാനമായി അവർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്നാണ്. ഞാൻ ദൈവവും ഒന്നാണ് എന്ന് പറയുമ്പോഴും ഈ ലോകത്തിൽ ഞാൻ ഇരുട്ടിലാണ്, അതുകൊണ്ട് വെളിച്ചത്തിലേക്ക് ഞാൻ നയിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് ചിന്തിക്കുന്ന ആളുകളും ആ നിലയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത എല്ലാ വേദങ്ങളും എല്ലാ മതങ്ങളും ഊന്നി പറയുന്ന ഒന്നാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. സാക്ഷാൽ വെളിച്ചമായ ആ യേശുവിനെ കണ്ടെത്തിയ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. ബ്രദർ ഗിരീഷ്, താങ്കളുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഈ വെളിച്ചം കണ്ടെത്തിയതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇങ്ങനൊരു സാക്ഷ്യത്തിൻ്റെ സന്ദർഭം, അവസരം സ്വർഗത്തിലെ ദൈവം കർത്താവ് തന്നതിനായി നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് തുടങ്ങുന്നു. ഞാനൊരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പൂർവ്വ പിതാക്കന്മാർ അമ്പലത്തിലെ പൂജാരികളായിരുന്നു. ബ്രാഹ്മണൻ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തന്നെ സൃഷ്ടികർത്താവിനെ അറിയുന്നവൻ എന്നാണ്. സൃഷ്ടികർത്താവാണ് പ്രകാശത്തിൻ്റെ ഒടയവൻ.
1993 വർഷം ഞാൻ എറണാകുളം പട്ടണത്തിൽ PBS മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തു വന്ന കാലഘട്ടത്തിൽ ജോലിയോട് ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നതുകൊണ്ട് ജോലിയിൽ നിരാശ തോന്നി. ജോലി മാറാമെന്ന് വിചാരിച്ച പല സ്ഥലങ്ങളിലും ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ജോലി ലഭിച്ചില്ല താനും. ഒരു ദിവസം ഞാൻ മനസ്സ് മടുത്ത രാജിക്കത്ത് എഴുതി ഓഫീസ് മുറിയിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകൻ എൻ്റെ ഓഫീസ് മുറിയിലോട്ട് കയറി വന്ന ഉടനെ എന്നെ കണ്ട ഉടനെ ചോദിച്ചു, സാറെന്താ വളരെ വിഷമിച്ചിരിക്കുന്നത്, മനസ്സ് നൊന്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ജോലി രാജിവെച്ച് പോകാൻ തീരുമാനിച്ചു, രാജിക്കത്ത് എഴുതിയിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത്, സാറേ ഒരു ക്രിസ്തീയ പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വാ, അവിടെ വന്നാൽ വലിയ വിടുതലും സമാധാനം എല്ലാം ലഭിക്കുമെന്ന്. ഞാൻ മറുപടിയായി നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, അമ്പലത്തിലല്ലാതെ വേറെ ഒരു ആരാധനാ സ്ഥലത്തും പോകാൻ എനിക്ക് അവകാശമില്ല, സാവകാശമില്ലെന്ന് പറഞ്ഞു. മറുപടിയായി അദ്ദേഹം പറഞ്ഞു, ജാതി മതഭേദ വ്യത്യാസമന്യേ ജനം പള്ളിയിൽ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, സന്തോഷവും സമാധാനവും അനുഭവിക്കാറുണ്ട്. ഞാൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, സാധ്യമല്ല, വരാൻ സാധ്യമല്ലെന്ന്. എന്നെ കാണുന്ന സമയമൊക്കെയും ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയമൊക്കെയും ആ ദിവസം പല പ്രാവശ്യം എന്നെ ആ പള്ളിയിലേക്ക് ക്ഷണിച്ചു. ഞാൻ നിഷേധിച്ചു. അന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഭവനത്തിലേക്ക് പോകാനുള്ള സമയം വന്നപ്പോൾ അവസാന പ്രാവശ്യം ആ ദിവസം ആ വ്യക്തി എന്നോട് പറഞ്ഞു, സാർ ഭവനത്തിൽ ചെന്നാൽ ഭാര്യയോടും കൂടി ചോദിക്കുക, ഭാര്യ വരാമെങ്കിൽ കുടുംബമായി നിങ്ങൾക്ക് പള്ളിയിലേക്ക് ആരാധിക്കാൻ വരാമല്ലോ. അപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച എൻ്റെ ഭാര്യ ക്രിസ്തീയ പള്ളിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിച്ചുകൊണ്ട് പറ്റില്ലെന്ന് പറയുമെന്നൊരു ഉറപ്പ്, ഒരു ധൈര്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ സഹപ്രവർത്തകനോട് പറഞ്ഞു, ഞാൻ ഭവനത്തിൽ പോയാൽ ഭാര്യയോട് ചോദിക്കാം, ഭാര്യ വരാമെങ്കിൽ കുടുംബമായി ഞങ്ങൾ വരാമെന്നും. അന്ന് വൈകിട്ട് ഭവനത്തിലെത്തിയപ്പം ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഒരു ക്രിസ്തീയ പള്ളിയിൽ പോകാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട്, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ? എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോകാമെന്ന്. ഞാൻ വിചാരിച്ചു എൻ്റെ ചോദ്യം മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഉത്തരം പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ക്രിസ്തീയ പള്ളിയിലേക്കാണ്, അമ്പലത്തിലേക്കല്ല നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ കേട്ടു, ഞാൻ വരാമെന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞു. അതുവരെ എൻ്റെ ഭാര്യയെക്കുറിച്ച് അറിയാത്ത ചില സംഗതികൾ അന്ന് ഭാര്യ എന്നോട് എന്തുകൊണ്ടാണ് സന്തോഷത്തോടു കൂടി പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു. ഭാര്യ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അമ്മയ്ക്ക് ചില രോഗങ്ങളെല്ലാം പിടിപെട്ട് കൈക്കുഞ്ഞായിരുന്ന എൻ്റെ ഭാര്യയെ തൻ്റെ അമ്മയുടെ അരികിൽ കടത്താൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഭാര്യയുടെ അപ്പൻ തൻ്റെ സുഹൃത്തിൻ്റെ ഭവനത്തിലേക്ക് ചില ദിവസങ്ങൾക്ക് വേണ്ടി കൈക്കുഞ്ഞായിരുന്ന എൻ്റെ ഭാര്യയെ മാറ്റി താമസിപ്പിച്ചു. അതൊരു ക്രിസ്തീയ കുടുംബമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിയുന്നതിൻ്റെ 6 മാസം മുമ്പ് വരെ എൻ്റെ ഭാര്യ വളർന്നു വലുതായത് ആ ക്രിസ്തീയ കുടുംബത്തിൽ ഒരു ക്രിസ്തീയ രീതിയിലാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വചനം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തു യേശുവിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ഒരു ജീവിത പങ്കാളി ആയിരുന്നില്ല, എന്നാൽ എൻ്റെ ദൈവം എനിക്ക് തിരഞ്ഞെടുത്ത ഒരു ജീവിത പങ്കാളിയാണ് എൻ്റെ ഭാര്യ. ഞാനിത് പറയാൻ കാരണം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ പദ്ധതിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്കാണ് ആ പദ്ധതി നടപ്പാക്കുന്നത്. ഭാര്യ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആശുപത്രിയിൽ ഓഫീസിൽ ചെന്നപ്പോൾ സഹപ്രവർത്തകൻ ചോദിച്ചു, ഭാര്യ എന്ത് പറഞ്ഞു സാർ? വരാമെന്ന് പറഞ്ഞു, ഞങ്ങളൊരു ഞായറാഴ്ച വരാമെന്ന്. അതിനു മുമ്പ് ഞാനൊരു ക്രിസ്തീയ കൂട്ടായ്മയിൽ പോയിട്ടില്ല, ഒരു സുവിശേഷ പ്രസംഗം കേട്ടിട്ടില്ല, ഒരു വ്യക്തി എന്നോട് സുവിശേഷം അറിയിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. യേശുവിൻ്റെ മഹാരക്ഷയെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു ഞായറാഴ്ച ദിവസം ഞാനും ഭാര്യയും, അന്ന് മകനേ ഉള്ളൂ, ഇന്നൊരു മകളും കൂടെയുണ്ട്, മകൻ, സഹപ്രവർത്തകൻ, ഞങ്ങൾ 4 പേരും കൂടെ ഒരു ക്രിസ്തീയ പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. അതിനു മുമ്പ് ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ പോയി പരിചയമില്ലാത്തതുകൊണ്ട് സഹപ്രവർത്തകനോട് യാത്ര മധ്യേ ഞാൻ ചോദിച്ചു, ആ ക്രിസ്തീയ പള്ളിയിൽ വന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനാ പുസ്തകം വല്ലതും ഉണ്ടോ? മറുപടിയായി അദ്ദേഹം പറഞ്ഞു, സാറൊന്നും ചെയ്യണ്ട, കണ്ണടച്ചിരുന്നാൽ മതി. കേട്ടപ്പം നല്ല സുഗമമായ പ്രാർത്ഥനാ രീതി, ഉറങ്ങാം. എന്നാൽ എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വചനം പറയുന്നു, നമ്മൾ അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ
കർത്താവിന് അർപ്പിക്കണമെന്ന്. അങ്ങനെ പള്ളിയിലെത്തി പ്രാർത്ഥന തുടങ്ങിയിരുന്നു. ഞങ്ങൾ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ പോയി ഇരുന്നു. ഒരു 5 മിനിറ്റ് സഹപ്രവർത്തകൻ പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ, കണ്ണടച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയദൃഷ്ടിയിൽ ഒരു ദർശനം ഞാൻ കാണുകയാണ്. ഞാൻ കാണുന്നു മനോഹരമായ ഒരു പൂന്തോട്ടം, പൂന്തോട്ടത്തിലൊരു പാറയുടെ മുകളിൽ ക്രിസ്തു യേശു ഇരിക്കുന്നത് ഞാൻ കാണുകയാണ്. യേശുവിൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദർശനത്തിൽ കാണുന്നു. യേശുവിനോട് ഞാൻ പറയുകയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. യേശുവോ എൻ്റെ തലോടിക്കൊണ്ട് പറയുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വചനം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഇത് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് ദൈവകൃപയാൽ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് സംഭവം എന്നറിയാതെ, ഇത് രക്ഷയുടെ ആരംഭമാണെന്ന് അറിയാതെ ഞാൻ അമ്പരന്നിരിക്കുകയായിരുന്നു. 3-3.5 മണിക്കൂർ ഞാൻ ആ പള്ളിയിലിരുന്നു. ആ ഇരുന്ന സമയം കൊണ്ട് അനേക ദർശനങ്ങൾ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ബൈബിളിലെ അനേക സംഭവങ്ങൾ ഒരു വിശ്വാസിയും എന്നോട് സുവിശേഷം അറിയിക്കാത്തത് കൊണ്ട് സ്നേഹമാകുന്ന മനസ്സലിവുള്ള ദൈവം പാപിയിലും പാപിയായിരുന്ന എന്നെ തൻ്റെ അരിക്കിലേക്ക്, രക്ഷയിലേക്ക് വിളിച്ചു മാറ്റുവാൻ വേണ്ടി ദർശനത്തിലൂടെ എന്നോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇടപെട്ടോട്ടെ സാറേ. സാറ് പറഞ്ഞു, ഞാൻ പാപിയിലും പാപിയായിരുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താങ്കൾ അഹം ബ്രഹ്മാസ്മി എന്ന തിരിച്ചറിവുണ്ടായിരുന്നയാള്, രാവിലെ തോറും ഗായത്രി മന്ത്രം ജപിച്ചിരുന്നയാള്, എങ്ങനെയാ തിരിച്ചറിവുണ്ടായത്? ആ തിരിച്ചറിവ് ഉണ്ടാകാൻ പിന്നെയും എനിക്ക് 4 വർഷം എടുത്തു. നടന്ന സംഭവം ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഈ പാപിയിലും പാപിയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസമല്ലേ? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ദൈവമാണ്. അതിൻ്റെ തിരിച്ചറിവിൻ്റെ അടയാളമായ പൂണൂൽ ധരിച്ചിരുന്നൊരു വ്യക്തി എങ്ങനെ അത് പറയാനായിട്ട് സാധിക്കും? കാരണം പാരമ്പര്യം രക്ഷിക്കുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ സ്വർഗത്ത് പോയേനെ. പാരമ്പര്യം പുറമേയുള്ള നമ്മുടെ നടപ്പിനെ ആണ് കാണുന്നത്. എന്നാൽ ക്രിസ്തു യേശു വന്നപ്പോൾ ഹൃദയത്തിലാണ് രൂപാന്തരം നടക്കുന്നത്. അപ്പം പുറമേ ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് കുളിച്ച് പുറമേ വൃത്തിയായി മാത്രമേ വിഗ്രഹങ്ങളുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് പ്രാർത്ഥിച്ചിരുന്നത് എന്താണെന്നൊന്ന് പറയാമോ? ഭർഗോദേവസ് ധീമഹി ദിയോയോന പ്രചോദയ തത് സതിർവ്വനേനം. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിലുള്ളപ്പോൾ ഇരുളിലാണ് നടക്കുന്നത്, എന്നാൽ നിൻ്റെ പ്രകാശനം ഞങ്ങളുടെ ലഭിക്കുമ്പോൾ ഞങ്ങൾ പ്രകാശത്തിൽ നടക്കുമാറാകുന്നു. ഇതാണ് അതിൻ്റെ സത്ത് ഈ സംസ്കൃത ശ്ലോകത്തിൻ്റെ. ഒരു വശത്ത് പൗലോസ് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ അറിയാതെ പ്രാർത്ഥിച്ചത് പിൽക്കാലത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ, മുഖാന്തരങ്ങളിലൂടെ ദൈവം സാക്ഷാൽ ദൈവമായിരുന്നവൻ കേട്ടു എന്ന് പറയാം അല്ലേ? അതൊരു ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ പറയുന്നു. കാരണം റോമാലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സൃഷ്ടിയെ സേവിക്കുന്നവർ